Hi everyone, it's me TP Shamim. Welcome all to Shamim's Language House. Shamim's Language Houseന്റെ മറ്റൊരു സ്പോക്കൺ ഇംഗ്ലീഷ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. കൺഫ്യൂഷൻ ഒഴിവാക്കാം, ഇംഗ്ലീഷ് സംസാരിക്കാം, പാർട്ട് 9. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് റെയിൻ എന്ന ഒരു വേർഡിനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും കേട്ടതാണ് റെയിൻ എന്ന് പറഞ്ഞാൽ മഴ എന്നുള്ളത്, അല്ലേ? റെയിൻ ഈസ് കമ്മിങ് എന്ന് പറഞ്ഞാൽ മഴ വരുന്നുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഈ റെയിൻ എന്നുള്ളത് പലവരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് മഴ എന്ന അർത്ഥം മാത്രമാണുള്ളത് എന്നാണ്. യഥാർത്ഥത്തിൽ റെയിന് രണ്ടർത്ഥമാണുള്ളത്. റെയിൻ എന്ന് പറഞ്ഞാൽ മഴ എന്നുമുണ്ട്, റെയിൻ എന്ന് പറഞ്ഞാൽ മഴ പെയ്യുക എന്ന അർത്ഥം കൂടിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക, അല്ലേ? ഏതുപോലെ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം എന്നാണ് അർത്ഥം. അവിടെയും വാട്ടർ എന്നതിന് വെള്ളം നനയ്ക്കുക എന്നുള്ള അർത്ഥവുമുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സമയത്ത് ചില കുട്ടികൾ പെയ്യുക എന്ന അർത്ഥം എന്താണെന്ന് വിചാരിച്ച് ഡിക്ഷണറിയിൽ തപ്പി നോക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. അതേപോലെ തന്നെ വെള്ളം നനയ്ക്കുക എന്നുള്ള വേർഡ് ഡിക്ഷണറിയിൽ നോക്കി തപ്പുന്ന ഒരു സാഹചര്യം ഉണ്ടായി വരാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റെയിൻ എന്നതിന് രണ്ട് അർത്ഥങ്ങളാണ്. ഒന്ന് നൗൺ അഥവാ നാമം, മഴ എന്ന അർത്ഥം. മറ്റൊന്ന് വേർബ്, ആക്ഷനാണ്, അഥവാ മഴ പെയ്യുക എന്നർത്ഥമാണുള്ളത്. ഇതേപോലെ തന്നെയാണ് വാട്ടർ, വെള്ളം എന്നുള്ള അർത്ഥവും വാട്ടർ, വെള്ളം നനയ്ക്കുക എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിളിലൂടെ പറയാം. ഇപ്പോൾ മഴ എന്നുള്ള അർത്ഥം വരുമ്പോൾ ആദ്യമാണ് വരിക, സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത്, അഥവാ റെയിൻ ഈസ് കമ്മിങ്, മഴ വരുന്നുണ്ട്. നേരെ മറിച്ച് മഴ പെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് റെയിൻസ് എന്നാണ് പറയുക. മഴ പെയ്യുകയാണ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് റെയിനിങ്. കണ്ടോ? അപ്പോൾ സബ്ജക്റ്റ് എന്നാണ് ഇറ്റ് എന്ന ഒരു യൂസേജ് അവിടെ ഉപയോഗിച്ചു. അങ്ങനെ ഇവിടെ എന്താണ്, ഒരു ആക്ഷൻ വേർബാക്കി മാറ്റി. ഇറ്റ് ഈസ് റെയിനിങ്, മഴ പെയ്യുകയാണ്. ഇതേപോലെ തന്നെയാണ് വാട്ടർ, വെള്ളം, അല്ലേ? ദിസ് വാട്ടർ ഈസ് ക്ലീൻ, ഈ വാട്ടർ ക്ലീൻഡ് ആണ്. അതേപോലെ തന്നെ ദാറ്റ് വാട്ടർ ഈസ് ഗുഡ്. അതോടൊപ്പം തന്നെ നമുക്ക് പറയാം ഷീ ഈസ് വാട്ടറിങ് ദ പ്ലാന്റ്സ്, അവൾ വെള്ളം നനയ്ക്കുകയാണ്, അതായത് ചെടികൾക്ക് വെള്ളം നനയ്ക്കുകയാണ്. ഷീ വാട്ടേഴ്സ് ദ പ്ലാന്റ്സ്, അവൾ ചെടികൾക്ക് വെള്ളം നനയ്ക്കാറുണ്ട്. ഇങ്ങനെയാണ് എന്താണ് വാട്ടേഴ്സ്, വെള്ളം നനയ്ക്കുക, റെയിൻ, മഴ പെയ്യുക. അപ്പം മഴ എന്നുള്ള അർത്ഥവും മഴ പെയ്യുക എന്നുള്ള അർത്ഥവും രണ്ട് മീനിങ്, അഥവാ ഒന്ന് വേർബാണ്, ഒന്ന് നൗണാണ്. ഇപ്പോൾ രണ്ടും രണ്ട് സ്ഥാനത്തിടുമ്പോൾ അർത്ഥത്തിന് ചെറിയൊരു വ്യത്യാസം എന്നാണ് വരികയാണ്. അങ്ങനെയുള്ള ഒരു യൂസേജാണ് റെയിൻ, വാട്ടർ എന്നുള്ള രണ്ട് യൂസേജുകൾ. നമുക്ക് കുറച്ച് സെൻറ്റൻസിലേക്ക് കിടക്കാം. ഇപ്പോൾ റെയിൻ എന്നുള്ള അർത്ഥം വരുന്ന, അതായത് റെയിന് നൗണായിട്ട് ഉപയോഗിക്കുമ്പോഴും റെയിന് വേർബായിട്ട് ഉപയോഗിക്കും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. ആദ്യം തന്നെ റെയിൻ കംസ് എഗെയിൻ ആൻഡ് എഗെയിൻ, മഴ വരാറുണ്ട് വീണ്ടും വീണ്ടും. അപ്പോൾ ഇവിടെ നമ്മുടെ മഴ പെയ്യുന്നു, മഴ പെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് റെയിൻസ് എന്നാണ് പറയാം. ഇനി റെയിൻ ഈസ് കമ്മിങ്, മഴ വരികയാണ്, മഴ വരുന്നുണ്ട് എന്ന് പറയുന്നു. മഴ പെയ്യുകയാണ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് റെയിനിങ്. അതോടൊപ്പം തന്നെ റെയിൻ ഹാസ് കം, റെയിൻ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മഴ പെയ്തിട്ടുണ്ട് എന്ന് പറയാൻ ഇറ്റ് ഹാസ് റെയിൻഡ് എന്നാണ് പറയുക. അതായത് നമ്മുടെ ടെൻസിൽ വെച്ചിട്ടാണ് ഓരോന്നും പറയുന്നത്, കേട്ടോ. അപ്പം സിമ്പിൾ പ്രസൻറ്റ്, അതേപോലെ കണ്ടിന്യൂസ് ആക്ഷൻ, പിന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ്. നെക്സ്റ്റ് എന്താണ്, റെയിൻ ഹാസ് ബീൻ കമ്മിങ്, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് സിൻസ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ മഴ പെയ്യുകയാണ്. നെക്സ്റ്റ് വൺ, റെയിൻ കെയിം, മഴ വന്നു. റെയിൻ കെയിം യെസ്റ്റർഡേ, ഇന്നലെ മഴ വന്നു. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇറ്റ് റെയിൻഡ് യെസ്റ്റർഡേ, ഇന്നലെ മഴ പെയ്തിരുന്നു എന്നും പറയാം, അല്ലേ? അതോടൊപ്പം തന്നെ റെയിൻ വാസ് കമ്മിങ്, മഴ വരികയായിരുന്നു, റെയിൻ വാസ് കമ്മിങ്. യെസ്റ്റർഡേ ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി, ഇന്നലെ അറ്റ് ദിസ് ടൈം റെയിനിങ് ഹെവിലി, മഴ ശക്തമായി പെയ്യുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഇറ്റ് ഹാഡ് റെയിൻഡ്, മഴ പെയ്തിട്ടുണ്ടായിരുന്നു. റെയിൻ ഹാഡ് കം, മഴ വന്നിട്ടുണ്ടായിരുന്നു. റെയിൻ വിൽ കം, മഴ വരും. ഇറ്റ് വിൽ റെയിൻ, മഴ പെയ്യും. ഇങ്ങനെയാണ് ഇതിൻ്റെ യൂസേജുകൾ എന്നാണ് പോകുന്നത്. പിന്നെ വാട്ടർ എന്നുള്ള വേർഡ് വെച്ചിട്ട് നമുക്ക് പറഞ്ഞു നോക്കാം. വാട്ടർ, ഷീ വാണ്ട്സ് വാട്ടർ,
ഐ വാണ്ട് വാട്ടർ, ഐ വുഡ് ലൈക്ക് വാട്ടർ എന്ന് നമ്മൾ പറയാറുണ്ട്. അതേപോലെ തന്നെ ഷീ വാട്ടേഴ്സ് ദ പ്ലാന്റ്സ്, അവൾ ചെടികൾക്ക് വെള്ളം നനക്കാറുണ്ട്. ഷീ ഈസ് വാട്ടറിങ് ദ പ്ലാന്റ്സ്, അവൾ ചെടികൾക്ക് വെള്ളം നനക്കുകയാണ്. ഷീ ഹാസ് വാട്ടേർഡ് ദ പ്ലാന്റ്സ്, അവൾ ചെടികൾക്ക് വെള്ളം നനച്ചിട്ടുണ്ട്. ഷീ ഹാസ് ബീൻ വാട്ടറിങ് ദ പ്ലാന്റ്സ് സിൻസ് മോർണിംഗ്, രാവിലെ മുതൽ അവൾ ചെടികൾക്ക് വെള്ളം നനക്കുകയാണ്. ഷീ വാട്ടേർഡ് ദ പ്ലാന്റ്സ്, അവൾ ചെടികൾക്ക് വെള്ളം നനച്ചിരുന്നു. ഷീ വാസ് വാട്ടറിങ് ദ പ്ലാന്റ്സ്, അവൾ ചെടികൾക്ക് വെള്ളം നനയ്ക്കുകയായിരുന്നു. ഷീ ഹാഡ് വാട്ടേർഡ് ദ പ്ലാന്റ്സ്, അവൾ ചെടികൾക്ക് വെള്ളം നനച്ചിട്ടുണ്ടായിരുന്നു. ഷീ വിൽ വാട്ടർ ദ പ്ലാന്റ്സ്, അവൾ ചെടികൾക്ക് വെള്ളം നനക്കും. ഇങ്ങനെ നമ്മുടെ ടെൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ സെൻറ്റൻസ് സ്ട്രക്ചറായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വാട്ടർ, റെയിൻ എന്നുള്ള വേർഡിന് രണ്ട് അർത്ഥങ്ങളുണ്ട്. ഒന്ന് നൗണായിട്ടും ഒന്ന് വേർബായിട്ടും വരുന്നുണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കി. അപ്പോൾ കഴിഞ്ഞ യൂസേജ് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളെന്താണ് സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് സെൻറ്റൻസുകളുമായിട്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ നാവിൻ തുമ്പത്ത് ഇത്തരം സെൻറ്റൻസുകൾ എന്നാണ് പുറത്തേക്ക് വരുന്നതായിരിക്കും. ഓർക്കുക, സംസാര ഭാഷ സംസാരത്തിലൂടെ തന്നെ നേടിയെടുക്കേണ്ടതാണ്. ദർ ഇസ് നോ അതർ ഓപ്ഷൻ. നിങ്ങൾക്കൊരു പേഴ്സണൽ ട്രെയിനർ നിർബന്ധമാണ്. പ്രാക്ടിക്കൽ ക്ലാസ്സിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബ്രിട്ടീഷ് അക്കാഡമിയും ഷെമീൻസ് ലാംഗ്വേജ് ഹൗസും സംയുക്തമായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വാട്സപ്പിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന, അതും പേഴ്സണലായും ഗ്രൂപ്പായും നോൺ മലയാളീസിനെയും മലയാളീസിനെയും വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്പോക്കൺ ഇംഗ്ലീഷ്, സ്പോക്കൺ ഹിന്ദി, സ്പോക്കൺ അറബിക്, IELTS എന്നീ കോഴ്സുകൾക്ക് കോൾ ഓർ വാട്സപ്പ് 9207712666, 13666 and 14666. Thank you very much for listening and all the best.